മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായി 2 മാസം കഴിഞ്ഞിട്ടും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാത്തതിനെതിരെ കോർപ്പറേഷനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പരിസ്ഥിതി പ്രവർത്തകരും പ്രദേശവാസികളും അടക്കം കോർപ്പറേഷനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. തീപിടുത്തത്തിലെ ദുരൂഹതയിൽ അന്വേഷണം എങ്ങും എത്തിയില്ല എന്ന വിമർശനവും ശക്തമാണ്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, പ്രധാനമായും എടുത്തു പറയേണ്ടത് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഏറെ വിവാദമായ ഒരു സംഭവമാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ നിരവധി തവണ പലയിടങ്ങളിലായി പല സ്ഥലത്തും തീപിടുത്തമുണ്ടായ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ഒക്ടോബർ 8-ാം തീയതിയാണ് ബട്ട് റോഡിൽ തീപിടുത്തമുണ്ടായത്. ഈ തീപിടുത്തം നടന്നതിന് ശേഷം ഇത്ര മാസം പിന്നിട്ടും ഏകദേശം 2.5 മാസത്തോളം കഴിഞ്ഞിട്ടും തീപിടുത്തം നടന്ന സ്ഥലത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ല എന്നൊരു ആരോപണമാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നു വരുന്നത്. ഈ മാലിന്യം നീക്കം ചെയ്യാത്തതിൽ കോർപ്പറേഷൻ പറയുന്നത് ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല. അന്വേഷണം കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് മാലിന്യം നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നൊരു വിചിത്രവാദമാണ് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായും ഉയർന്നു വരുന്നത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 3 മാസത്തിനിടയിൽ 3 സ്ഥലങ്ങളിലായി 2-ലധികം തവണ തീപിടുത്തമുണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ബട്ട് റോഡിലും ഞെളിയൻ പറമ്പിലും ഒക്കെ തന്നെയും ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. ഈ ബട്ട് റോഡിലെ തീപിടുത്തം എന്ന് പറയുന്നത് ഏറെ വിവാദമായ ഒരു സംഭവമായിരുന്നു. മൊബൈൽ ഫോണിന്റെ ബാറ്ററി ചൂടായാണ് തീപിടുത്തം ഉണ്ടായത് എന്നൊരു പ്രാഥമിക നിഗമനത്തിലായിരുന്നു പോലീസ് എത്തിച്ചേർന്നത്. എന്നാൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ പരസ്പരം ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. മനഃപൂർവ്വം തീയിടുകയായിരുന്നു എന്നും തീപിടുത്തം മനഃപൂർവ്വം ആരുടെയോ സൃഷ്ടിയാണെന്ന രീതിയിലുള്ള ഒരു കാര്യമായിരുന്നു പ്രതിപക്ഷ ഭരണകക്ഷി അംഗങ്ങൾ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു അന്വേഷണം എങ്ങും എത്താത്തൊരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. 2.5 മാസത്തോളമായി തീപിടുത്തം ഉണ്ടായിട്ട് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിക്കുന്നത്. മാത്രമല്ല രോഹിണി, ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായി, എന്നാൽ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ ഇതുവരെ കോർപ്പറേഷന് സാധിച്ചിട്ടില്ല. കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിചിത്രവാദം എന്ന് പറയുന്നത് കേസിന്റെ അന്വേഷണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ ഇപ്പോൾ സാധ്യമല്ല. കേസിന്റെ അന്വേഷണം പൂർത്തിയായാൽ മാത്രമാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കഴിയൂ. കൂടാതെ CCTV അടക്കമുള്ള പുതിയ സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നൊരു വിചിത്രവാദമാണ് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. ഇത്തരത്തിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച് നിരവധി ഇടങ്ങളിൽ പരാതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായ രീതിയിൽ നടക്കുന്നില്ല എന്നൊരു വ്യാപക പരാതിയാണ് ഉയർന്നു വന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് ഞെളിയൻ പറമ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ നമുക്കറിയാം, മുൻപ് ടാർപ്പകളൊക്കെ തന്നെയും മൂടി ഞെളിയൻ പറമ്പ് സംരക്ഷിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിരുന്നു. ഈ ഞെളിയൻ പറമ്പിലെ അടക്കം മാലിന്യങ്ങൾ എത്തുന്നത് തൊട്ടടുത്തുള്ള വീടുകളിലും മറ്റുമായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യ സംസ്കരണം നടക്കുന്നില്ല എന്ന രീതിയിൽ വ്യാപകമായ പരാതി ഉയർന്നു വന്ന സാഹചര്യം നിലവിലുണ്ടായിരുന്നു. മാത്രമല്ല, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2.5 മാസത്തോളം തീപിടുത്തം ഉണ്ടായിട്ടും ഇതുവരെ ഒരു തരത്തിലുള്ള പരിശോധനയും നടന്നിട്ടില്ല എന്നതാണ്. പ്രാഥമികമായ നിഗമനത്തിൽ മൊബൈൽ ഫോണിന്റെ ബാറ്ററി ചൂടായാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്. അതിനുശേഷം യാതൊരു തരത്തിലുള്ള പോലീസ് അന്വേഷണവും നടന്നിട്ടില്ല എന്നൊരു വ്യാപക ആരോപണമാണ് നിലവിൽ ഉയർന്നു വരുന്നത്. ഈ തീപിടുത്തം ഉണ്ടായിട്ടും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യുവാനോ അവിടം വൃത്തിയാക്കുവാനോ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. രോഹിണി, ശരി. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.